ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജയശങ്കർ, ഒരുപാട് ചർച്ച ചെയ്ത കേസാണ്. ഹൈക്കോടതി തന്നെ പുനരന്വേഷണത്തിൽ ഉത്തരവിട്ട ഒരു കേസ്. ഒടുവിൽ ഇപ്പോൾ ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ കേസിനെ നിരീക്ഷിക്കുന്നത്? അല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ഒരു മയക്കുമരുന്ന് കേസിലെ തൊണ്ടി മാറ്റി അതിന്റെ ഫലമായിട്ട് പ്രതി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കേസിൽ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. രണ്ടാമത്, ഒരു അഭിഭാഷകൻ തന്നെ ഇതുപോലെ ഒരു കുൽസിത പ്രവൃത്തി ചെയ്യാൻ മുൻകൈ എടുത്തു. അദ്ദേഹത്തോടുള്ള വിശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യാർത്ഥം കോടതി ജീവനക്കാർ അതിന് കൂട്ടുന്നു എന്നുള്ളതാണ്. മൂന്നാമത്, ഈ കേസ് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് തൊണ്ടി കണ്ടെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിന്റെ ഫലമായി പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ടു. അദ്ദേഹം കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചില്ല എന്ന രീതിയിലുള്ള വിമർശനം നേരിടുന്നു. അതിലുപരിയായിട്ട് ഈ അഭിഭാഷകൻ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായതുകൊണ്ട് രാഷ്ട്രീയ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്നു. അദ്ദേഹം ഇത് പുറത്തു വരുന്ന സമയത്ത് ഒരു MLA ആണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കരുത് എന്ന് ഇടതുപക്ഷ ധാർമ്മികതയുടെ പേരിൽ അന്നത്തെ പ്രമുഖ നേതാവ് VS അച്യുതാനന്ദൻ ശാഠ്യപ്പിടിക്കുകയും അതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ സുരേന്ദ്രപിള്ള മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴത്തെ സർക്കാരിന് പിന്നെ ധാർമ്മികതയൊന്നും വലിയ വിഷയമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കി. അപ്പോഴൊക്കെ ഈ കേസ് ഇവിടെ ഉണ്ട്. വളരെ കാലമായിട്ട് ഈ കേസ് ഇങ്ങനെ നെടുമങ്ങാട് കോടതിയിൽ പൂഴ്ത്തപ്പെട്ട അവസ്ഥയിലാണ്. ആ ഘട്ടത്തിൽ ഞാനാണ് ഒരു ചർച്ചയിൽ ഈ വിഷയം ഇങ്ങനെ ആനുഷംഗികമായിട്ട് പരാമർശിച്ചത്. പല മാധ്യമ പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ആർക്കും അത് സാധിച്ചില്ല. മനോരമ ന്യൂസ് ചാനലിലെ അനിൽ ഇമ്മാനുവൽ എന്ന ഒരു ചെറുപ്പക്കാരനാണ് അവസാനം ഇത് സാഹസികമായി കണ്ടെടുത്ത് പൊതുസമക്ഷം കൊണ്ടുവന്നത്. അദ്ദേഹം പ്രവർത്തിക്കുന്ന സ്ഥാപനം അത് പ്രസിദ്ധീകരിക്കാൻ കൂട്ടാക്കില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പോകേണ്ടതായിട്ട്. അപ്പൊ ഇങ്ങനെ മാധ്യമ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്, നൈതിക ധാർമ്മികതയുണ്ട്, നീതിന്യായ വ്യവസ്ഥയുടെ പരിശുദ്ധിയുണ്ട്. ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ഉൾപ്പെട്ട ഒരു കാര്യമാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും വൈകി വന്ന നീതിയെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ വൈകി വന്ന നീതി എന്ന് പറയുമ്പോഴും ഇത് നന്നായി. ഇങ്ങനെ ഒരു കാര്യത്തിൽ ഈ രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു വലിയ ധാർമ്മികതയും അവിടെയുണ്ട്. പക്ഷേ ഈ കേസ് തെളിയിക്കുന്നതിനുള്ള തടസ്സങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ പുനരന്വേഷണം നടത്തിയത് തന്നെ ഏതാണ്ട് 20 വർഷം മുമ്പാണ് അന്വേഷണം നടത്തിയത്. അത് ഈ കേസിലും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല, അദ്ദേഹം പ്രബലനായ ഒരു വ്യക്തിയാണ്, ചെറിയ ആളൊന്നുമല്ല. ഹൈക്കോടതിയിൽ നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി ഉണ്ടായി, എന്തുകൊണ്ട് ഇതുമായിട്ട് സുപ്രീം കോടതിയിൽ പോകേണ്ട വന്നു എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അദ്ദേഹം ഇത് ഈ വിവാദമൊക്കെ ഉള്ള സമയത്ത് മന്ത്രിയായിട്ട് നിർലജ്ജം നിസ്സങ്കോചം തുടരുകയായിരുന്നു എന്നുള്ളത് ഓർക്കണം. പക്ഷെ ആ ഒരു വലിയ കാലയളവുണ്ടല്ലോ ജയശങ്കർ. ഇപ്പോൾ 2006 തന്നെ കുറ്റപത്രം കൊടുത്ത ഒരു കേസാണ്. അതിനുശേഷമുള്ള ഈ കോടതികളിലെ കാലതാമസം, വിചാരണ കോടതി വഞ്ചൂരിൽ ഈ കേസ് അങ്ങനെ കിടന്നു, നെടുമങ്ങാട് കോടതിയിൽ ഇങ്ങനെ കിടന്നു, ഇദ്ദേഹം ഹാജരാകാതെ വരുന്നു. അവിടെ ഒരു മെല്ലെപ്പോക്ക് അത് ഇദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം വരുന്നു. ആ കാലയളവിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പക്ഷേ ഇപ്പോൾ സർക്കാർ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എനിക്കത് യാതൊരു അത്ഭുതവുമില്ല. ഇങ്ങനെ എത്രയോ കേസുകൾ. ഇതിപ്പോ ആന്റണി രാജു ഒരു പ്രമുഖനായ വ്യക്തി, അതായത് എല്ലാവരും അറിയുന്ന ആളായതുകൊണ്ടല്ലേ ഇത് ഇത്രയും ഗുരുതരമായ ഒരു നിലയിലേക്ക് വന്നു ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയൊന്നും അല്ലാത്ത മറ്റു പല ആളുകളും പല കേസുകളിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ശരി, നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. മുൻ മന്ത്രിയും ഇപ്പോൾ MLA-യുമായ ആന്റണി രാജു ഈ തൊണ്ടിമുതൽ കേസിൽ, ഏക വിവാദമായ തൊണ്ടിമുതൽ കേസിൽ വിചാരണ നേരിടണം എന്നുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഇത് നേരത്തെ പുനരന്വേഷണം നടത്തിയതാണ്. അങ്ങനെ പുനരന്വേഷണം നടത്താൻ അന്ന് ഉത്തരവിട്ടത് 2004 ഉത്തരവിട്ടത് ഹൈക്കോടതിയാണ്. അതിനുശേഷം പോലീസ് കേസ് പുനരന്വേഷിച്ചതാണ്. അപ്പോൾ കുറ്റപത്രം നൽകിയതാണ് 2006. തുടർന്നിങ്ങോട്ട് വിചാരണയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു. ആ വിചാരണ നടപടികൾക്കെതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് വിചാരണ നേരിട്ടേ പറ്റൂ, ഇത് ഗുരുതരമായ ഒരു കേസാണ്. കോടതിയിൽ നിലവിലുണ്ടായിരുന്ന ഒരു കേസിൽ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു എന്നും അത് പ്രകാരം പ്രതിക്ക് രക്ഷപ്പെടുവാനുള്ള സാഹചര്യം എടുത്തു എന്നുള്ളതുമായിരുന്നു കേസ്. ഇതിന്റെ പേരിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിമർശനത്തിന് വിധേയനായതാണ്. അദ്ദേഹം തെറ്റായ തൊണ്ടിമുതലാണ് ഹാജരാക്കിയത് എന്നുള്ള രീതിയിൽ കോടതിയിൽ നിന്നുള്ള വിമർശനം പോലും നേരിടേണ്ടി വന്നതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി വിജിലൻസിന് അന്ന് പരാതി കൊടുക്കുകയും ഇങ്ങനെയൊരു കേസിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്തത്. അന്ന് ഹൈക്കോടതി